അണ്ടിപ്പരിപ്പും മട്ട അരിയും വെച്ചിട്ട് വൈകുന്നേരത്തെ ചായക്ക് നല്ലൊരു നാടൻ പലഹാരമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് മട്ടയരി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ അരി ഉണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അരി വറുത്തെടുക്കുന്നില്ലേ, അതുപോലെ വേണം കേട്ടോ നമ്മളിത് ചെയ്തെടുക്കാൻ. ഏകദേശം 1 മിനിറ്റ് 1.5 മിനിറ്റ് ആകുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങും. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. സാധാരണ പുഴുങ്ങലരി നമ്മുടെ പൊന്നിയരിയൊക്കെ വറുക്കുന്ന പോലെയല്ല, ഈ ഒരു മട്ടയരി വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. കുറേ ടൈം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അരിയൊക്കെ ഒന്ന് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു പകുതി ഭാഗമെങ്കിലും അരി ഒന്ന് നന്നായിട്ട് വറുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കാം. ഈ ഒരു പാനിൻ്റെ ചൂടിന് തന്നെ ഇത് നല്ലപോലെ വറുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ അരിയൊക്കെ ഒന്ന് പൊട്ടി വരും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ അരിയും ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ എന്തെങ്കിലും കുറച്ച് അരി ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു ചൂടിന് ഇരുന്നിട്ട് അത് നന്നായിട്ട് തന്നെ ആയി കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സൈഡിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ അത് ആ ഒരു അരി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു സെയിം പാനിൽ തന്നെയാണ് അണ്ടിപ്പരിപ്പും വറുത്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ അണ്ടിപ്പരിപ്പ് ഇതിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെയിം അളവിലെടുക്കാം. 1/2 കപ്പ് അരിയും 1/2 കപ്പ് അണ്ടിപ്പരിപ്പും എടുക്കാം. പക്ഷേ ഞാനിതിൽ 1 കപ്പാണ് ഇത് എടുക്കുന്നത്, 1/2 കപ്പ് അരിയുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ച് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളറൊന്ന് മാറി വരുന്നവരെ നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ ബദാം, പിസ്ത ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാനിതിൽ അണ്ടിപ്പരിപ്പ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് അണ്ടിപ്പുട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ അരിയുണ്ട ഉണ്ടാക്കുന്നില്ലേ, അതിൽ അരി വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, അതുപോലെ ഇതിൽ കശുവണ്ടിയും കൂടിയും ചേർക്കുന്നതുകൊണ്ട് ഇതിന് അണ്ടിപ്പുട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കശുവണ്ടി നമ്മൾ നല്ലപോലെ തന്നെ വറുത്തിട്ടിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. അത് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് മുഴുവനായിട്ട് തന്നെ ചിരവിയതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്നത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര നല്ല കളറിലുള്ള ശർക്കര വേണം നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല കളറിലുള്ളതാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു അണ്ടിപ്പുട്ട് നല്ല കളറിൽ കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞ് പോകരുത്. അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എണ്ണ അതിൽ നിന്ന് വരും കേട്ടോ. അതുകൊണ്ട് പൊടിച്ചെടുക്കാൻ മാത്രമേ നമുക്ക് പാടുള്ളൂ. അത് നമുക്കിതാ ഒരു പാനിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ആ ഒരു സെയിം മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങ 1-2 ബാച്ചായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം. തേങ്ങ അരച്ചെടുക്കരുത്. നമ്മൾ നേരത്തെ കശുവണ്ടിയൊക്കെ ചെയ്ത പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ശർക്കര ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മിക്സിക്ക് പെട്ടെന്ന് കേട് വന്ന് പോകും. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചതച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അതൊന്ന് വിപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാൻ 2 ബാച്ചായിട്ടാണ് ഒന്ന് പൊടിച്ചെടുത്തത്. അതിലേക്ക് നമ്മൾ തേങ്ങയും ശർക്കരയും ചേർത്ത ആ ഒരു മിക്സ് 1-2 ബാച്ചായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും ശർക്കരയും ഒന്ന് നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കരുത്. ആ തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ആകുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. അപ്പോൾ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ്. അതുപോലെ തന്നെ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്ക പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ അരിയും ഞാൻ പൊടിച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിയും ഒരുപാടങ്ങ് ഫൈനായിട്ട് പൊടിക്കരുത്, കുറച്ച് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇത് ആ ഒരു പാനിലേക്ക് മാറ്റിയതിന് ശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അരിൻ്റെയും ആ ഒരു നമ്മുടെ കശുവണ്ടീൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഈ ഒരു ശർക്കരയും തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ വേണം നമ്മൾ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടയാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള ബോൾ വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടയാക്കിയെടുക്കാം. അപ്പോൾ ചെറുതാക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ എണ്ണ ഉണ്ടാകുകയും ചെയ്യും. ഒരു 1-2 ഒക്കെ വെച്ചിട്ടങ്ങ് കഴിക്കാനും പറ്റും. വലിയ സൈസിലുള്ളതിനേക്കാളും ചെറുതായിട്ട് കുട്ടികൾക്കും കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിത് വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ എണ്ണ വേണമെങ്കിൽ തടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് അങ്ങനെ കയ്യിലങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഇതുപോലെ ബോളുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇത് ചായേൻ്റെ കൂടെ 1-2 എണ്ണം മതിയാകും. നല്ല ഹെൽത്തി ആയിട്ട് നമ്മളിത് തയ്യാറാക്കുന്നത്.
അതുപോലെ ഇത് ഉണ്ടാക്കിയ ആ ഒരു സമയത്ത് തന്നെ കഴിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത്. പിറ്റേന്നത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയി പോകും, എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്, ഇതുപോലെ ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാനുള്ള ഇഷ്ടമുള്ളവരും ഉണ്ടാകും. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്